ഒന്ന്, ഗവൺമെന്റ് അംഗീകൃത ലൈസൻസ് ഇല്ലാതെ അമിത പലിശക്ക് പണം നൽകുന്നവരെ ലക്ഷ്യമിട്ട് അടുത്തിടെ പോലീസ് നടത്തിയ പരിശോധന അറിയപ്പെടുന്നത്. ഗവൺമെന്റ് അംഗീകൃത ലൈസൻസ് ഇല്ലാതെ അമിത പലിശക്ക് പണം നൽകുന്നവരെ ലക്ഷ്യമിട്ട് അടുത്തിടെ പോലീസ് നടത്തിയ പരിശോധന അറിയപ്പെടുന്നത്. ഉത്തരം ഓപ്പറേഷൻ ഷൈലോക്ക്. 2. 2025 സെപ്റ്റംബർ 9 ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്തത് രാജ്യം ഏത്? 2025 സെപ്റ്റംബർ 9 ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്ത രാജ്യം ഏത്? ഉത്തരം എത്യോപ്യ. 3. ഭൂപന ഹസാരികയുടെ ജന്മശതാബ്ദി പ്രമാണിച്ച് 100 രൂപയുടെ നാണയം പുറത്തിറക്കുന്നത്? ഉത്തരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. 4. മൃഗസംരക്ഷണ ക്ഷീരമേഖലക്കായി സമഗ്രമായ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. മൃഗസംരക്ഷണ ക്ഷീരമേഖലക്കായി സമഗ്രമായി ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. ഉത്തരം സമൃദ്ധ. 5. 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് വേദി എവിടെ? 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് വേദി എവിടെ? ഉത്തരം ടോക്കിയോ, ജപ്പാനിലെ ടോക്കിയോയിലാണ്. 6. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ആരംഭിച്ച ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗോത്ര സർവകലാശാല ഏത്? ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ആരംഭിച്ച ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗോത്ര സർവകലാശാല ഏത്? ഉത്തരം ആദി സംസ്കൃതി. 7. സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതിയുടെ പേരെന്ത്? സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതിയുടെ പേരെന്ത്? ഉത്തരം സമുദ്രയാൻ. 8. IVF-ലൂടെ ലോകത്തിൽ ആദ്യമായി കങ്കാരുവിന്റെ ഭ്രൂണം സൃഷ്ടിച്ചത് ഏത് രാജ്യത്താണ്? IVF-ലൂടെ ലോകത്തിൽ ആദ്യമായി കങ്കാരുവിന്റെ ഭ്രൂണം സൃഷ്ടിച്ചത് ഏത് രാജ്യത്താണ്? ഉത്തരം ഓസ്ട്രേലിയ. 9. ഇന്ത്യയുടെ പുതിയ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത് ആര്? ഇന്ത്യയുടെ പുതിയ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത് ആര്? ഉത്തരം ഗ്യാനേഷ് കുമാർ. 10. 2025 യുനെസ്കോയുടെ പൈതൃക ഗോത്രങ്ങളുടെ താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള പൈതൃക മേഖല ഏതാണ്? 2025 യുനെസ്കോയുടെ പൈതൃക ഗോത്രങ്ങളുടെ താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള പൈതൃക മേഖല ഏതാണ്? ഉത്തരം വർക്കല ക്ലിഫ്. 11. 2025 ഇന്ത്യ എഞ്ചിനീയർ ദിനം ആരെ ആദരിച്ചുകൊണ്ടാണ് ആഘോഷിച്ചത്? 2025 ഇന്ത്യ എഞ്ചിനീയർ ദിനം ആരെ ആദരിച്ചുകൊണ്ടാണ് ആഘോഷിച്ചത്? ഉത്തരം സർ എം വിശ്വേശ്വരയ്യ. 12. രാജ്യത്ത് ആദ്യമായി സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക വെൽനെസ് ക്ലിനിക് ആരംഭിക്കുന്ന സംസ്ഥാനം ഏത്? രാജ്യത്ത് ആദ്യമായി സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക വെൽനെസ് ക്ലിനിക് ആരംഭിക്കുന്ന സംസ്ഥാനം ഏത്? ഉത്തരം കേരളം. 13. എല്ലാ വർഷവും ലോക ഓസോൺ ദിനം ഏത് തീയതിയിലാണ് ആഘോഷിക്കുന്നത്? എല്ലാ വർഷവും ലോക ഓസോൺ ദിനം ഏത് തീയതിയിലാണ് ആഘോഷിക്കുന്നത്? ഉത്തരം സെപ്റ്റംബർ 16. 14. ഫ്രീഡം എഡ്ജ് 2025 അഭ്യാസത്തിൽ ഏതൊക്കെ 3 രാജ്യങ്ങളാണ്? ഫ്രീഡം എഡ്ജ് 2025 അഭ്യാസത്തിൽ ഏതൊക്കെ 3 രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത്? ഉത്തരം യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ദക്ഷിണ കൊറിയ, ജപ്പാൻ. 15. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയുടെ പുതിയ ഡയറക്ടർ ആര്? ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയുടെ പുതിയ ഡയറക്ടർ ആര്? ഉത്തരം പ്രദീപ് കുമാർ പ്രജാപതി. 16. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതകഥ പറയുന്ന മാ വന്ദേ എന്ന സിനിമയിൽ പ്രധാന വേഷം ചെയ്യുന്ന മലയാളി ആര്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതകഥ പറയുന്ന മാ വന്ദേ എന്ന സിനിമയിൽ പ്രധാന വേഷം ചെയ്യുന്ന മലയാളി ആര്? ഉത്തരം ഉണ്ണിമുകുന്ദൻ. 17. 2025 പുരുഷ ഏഷ്യ കപ്പ് ഹോക്കി കിരീടം നേടിയ രാജ്യം ഏതാണ്? 2025 പുരുഷ ഏഷ്യ കപ്പ് ഹോക്കി കിരീടം നേടിയ രാജ്യം ഏതാണ്? ഉത്തരം ഇന്ത്യ. 18. കേരള അർബൻ കോൺക്ലേവിന്റെ വേദി എവിടെ? കേരള അർബൻ കോൺക്ലേവിന്റെ വേദി എവിടെ? ഉത്തരം കൊച്ചി. 19. 102-ാം വയസ്സിൽ മൗണ്ട് ഫുജി കീഴടക്കിയതിലൂടെ ആ നേട്ടം കൈവരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആര്? 102-ാം വയസ്സിൽ മൗണ്ട് ഫുജി കീഴടക്കിയതിലൂടെ ആ നേട്ടം കൈവരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആര്? ഉത്തരം കൊക്കിച്ചി അക്കുസാവ. 20. ക്യാൻസറിനെതിരെയുള്ള പ്രതിരോധ വാക്സിൻ ആയ എൻഡെറോമിക്സ് വികസിപ്പിച്ചെടുത്ത രാജ്യം? ക്യാൻസറിനെതിരെയുള്ള പ്രതിരോധ വാക്സിനായ എൻഡെറോമിക്സ് വികസിപ്പിച്ചെടുത്ത രാജ്യം? ഉത്തരം റഷ്യ.
21. രാജ്യത്ത് ആദ്യമായി മാർഗരേഖ തയ്യാറാക്കി അമീബക്ക് മസ്തിഷ്ക ജ്വരം ചികിത്സിക്കുന്ന സംസ്ഥാനം ഏത്? രാജ്യത്ത് ആദ്യമായി മാർഗരേഖ തയ്യാറാക്കി അമീബക്ക് മസ്തിഷ്ക ജ്വരം ചികിത്സിക്കുന്ന സംസ്ഥാനം ഏത്? ഉത്തരം കേരളം. 22. പസഫിക് റീച്ച് 2025 എന്ന സൈനിക അഭ്യാസം ഏത് രാജ്യത്താണ് നടക്കുന്നത്? പസഫിക് റീച്ച് 2025 എന്ന സൈനിക അഭ്യാസം ഏത് രാജ്യത്താണ് നടക്കുന്നത്? ഉത്തരം സിംഗപ്പൂർ. 23. ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന്റെ ഇൻസ്പയർ അവാർഡ് പദ്ധതിയിൽ 1ാം റാങ്ക് നേടിയ ബീഹാറിലെ ജില്ല ഏത്? ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന്റെ ഇൻസ്പയർ അവാർഡ് പദ്ധതിയിൽ 1ാം റാങ്ക് നേടിയ ബീഹാറിലെ ജില്ല ഏത്? ഉത്തരം മുസാഫർപൂർ. 24. 2025 സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത ചിത്രകാരൻ ആര്? 2025 സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത ചിത്രകാരൻ ആര്? ഉത്തരം GB മെഹൽഡൽ. 25. ഇന്ത്യയിലെ ഏറ്റവും നീളം ഏറിയ കാൻഡിലിവർ ഗ്യാസ് ബ്രിഡ്ജ് നിലവിൽ വന്നത് എവിടെ? ഇന്ത്യയിലെ ഏറ്റവും നീളം ഏറിയ കാൻഡിലിവർ ഗ്യാസ് ബ്രിഡ്ജ് നിലവിൽ വന്നത് എവിടെ? ഉത്തരം ആന്ധ്രാപ്രദേശ്. 26. ഇന്ത്യ ആദ്യമായി ആതിഥേയത്വം വഹിക്കുന്ന വേൾഡ് തോക്ക് കോൺഫറൻസ് വേദി? ഇന്ത്യ ആദ്യമായി ആതിഥേയത്വം വഹിക്കുന്ന വേൾഡ് തോക്ക് കോൺഫറൻസ് വേദി എവിടെ? ഉത്തരം കൊച്ചി. 27. ഇന്ത്യയുടെ പുരുഷ വനിതാ ക്രിക്കറ്റ് ടീമുകളുടെ പുതിയ ജേഴ്സി സ്പോൺസർ ആര്? ഇന്ത്യയുടെ പുരുഷ വനിതാ ക്രിക്കറ്റ് ടീമുകളുടെ പുതിയ ജേഴ്സി സ്പോൺസർ ആര്? ഉത്തരം അപ്പോളോ ടയേഴ്സ്. 28. രാജ്യത്ത് ആദ്യ ഹരിത ഡാറ്റാ സെന്റർ നിലവിൽ വന്നത് എവിടെ? രാജ്യത്ത് ആദ്യ ഹരിത ഡാറ്റാ സെന്റർ നിലവിൽ വന്നത് എവിടെ? ഉത്തരം ഷാഹിദാബാദ്. UPയിലെ ഷാഹിദാബാദിലാണ്. 29. രാജ്യത്ത് ആദ്യമായി മൊബൈൽ ഫോൺ വഴി വോട്ട് രേഖപ്പെടുത്തിയ സംസ്ഥാനം ഏത്? രാജ്യത്ത് ആദ്യമായി മൊബൈൽ ഫോൺ വഴി വോട്ട് രേഖപ്പെടുത്തിയ സംസ്ഥാനം ഏത്? ഉത്തരം ബീഹാർ. 30. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തുവിട്ട യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ പ്ലസ് റിപ്പോർട്ട് പ്രകാരം ഒന്നാമതെത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഏത്? കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തുവിട്ട യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ പ്ലസ് റിപ്പോർട്ട് പ്രകാരം ഒന്നാമതെത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം കേരളം. താങ്ക് യു.